ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം ഗ്ലോബൽ ബിസിനസ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തുടക്കമാവട്ടെ. ഇനി അങ്ങോട്ട് ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പരസ്പരം സഹകരിച്ച് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അഭിമുഖങ്ങളാണ് ആൻഡ് ശ്രുതി അവരെ 3 പേരെ സ്നേഹത്തോടെ ഞാൻ ഈ വീഡിയോ ഗുഡ് മോർണിംഗ്. ബിസിനസ് സർക്കിൾ എന്ന ഈ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ കൊടുങ്ങല്ലൂർ ചാപ്റ്ററിൻ്റെ ലോഞ്ചാണ് നമ്മളിവിടെ ഇന്ന് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എത്തിയ മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ NR വിനോദ് കുമാർ അവർകൾ, അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന അലയൻസിൻ്റെ ഭാരവാഹികളായ ബൽറാം മോഹൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം കൊടുങ്ങല്ലൂർ അലയൻസിൻ്റെ, അതുപോലെ തന്നെ സെക്രട്ടറി നഷർബാൻ, പിന്നെ അതുപോലെ തന്നെ മെമ്പർമാരാണ്. ഇപ്പോൾ 36 മെമ്പർമാർ കൊടുങ്ങല്ലൂർ ചാപ്റ്ററിൽ ഉണ്ട്. അതിനകത്ത് കുറച്ച് പേർക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. മാക്സിമം ആൾക്കാർ ഒരു ഏകദേശം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 40 പേരുടെ ഒരു ചാപ്റ്ററാണ് കൊടുങ്ങല്ലൂർ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏകദേശം 34 മെമ്പർമാർ ഇതുവരെ ആയിക്കഴിഞ്ഞു. ഓരോരുത്തരുടെയും ബിസിനസ്സിനെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗ്ലോബൽ ബിസിനസ് സർക്കിൾ എന്നുള്ള ഈ പ്ലാൻ. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങളും മാക്സിമം ഇരിക്കുമ്പോൾ നമ്മുടെ 2 കാതുകളും കൂർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ബിസിനസ്സുകൾ നടക്കുന്നതായിട്ട് നമുക്ക് ഇനി മുതൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ 2 പേര് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ 2-3 ആൾക്കാർ ഒക്കെ നമ്മുടെ ചുറ്റും ബിസിനസ് ഇങ്ങനെ സംസാരത്തിലുണ്ടാവും പലരുടെയും. അതിൻ്റെ ഒരു ത്രെഡ് നമ്മുടെ മനസ്സിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വീട് പണിയുമായിട്ടാകും അല്ലെങ്കിൽ നമുക്ക് ഇതിനു മുന്നും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളോട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൽ നിന്നും പുതിയൊരു സംരംഭം തുടങ്ങുക എന്നുള്ള രീതിയിൽ GBC സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൽ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള സംരംഭകരെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും താങ്ക് യു. ഗസ്റ്റുകൾ, അതുപോലെ നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ കുറേ ദിവസത്തെ അല്ലെങ്കിൽ കുറേ നാളത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ ലോഞ്ചാണ് ഇന്ന്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. The official launch of this new chapter, Global Business. We officially launched the new chapter, the Global Business Circle, Kodungalur chapter. ചാപ്റ്റേഴ്സ് ലോഞ്ചിങ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അഭിമാനിക്കാൻ ഉള്ള കൊടുങ്ങല്ലൂരാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. Thank you, sir, for being here. We are entering into a new circle, which is a golden circle. We must believe that it is a golden circle. A global business circle. Our aim is not rigid and small. It's vast, up to horizon. അതാണ് ഈ ഗ്ലോബൽ എന്ന വാക്കിൻ്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥം അങ്ങനെയാണ്. ലൈഫ് ഈസ് ചേഞ്ചിങ് വെരി ഫാസ്റ്റ് ആൻഡ് തിക്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി മാറുന്നു, ലോകം മൊത്തം മാറുന്നു. എവറിഥിങ് ഈസ് ചേഞ്ചിങ് ഡ്രാസ്റ്റിക്കലി. അവിടെ വി ഹാവ് ടു bring forth certain innovations. I think this is the foremost innovations that can happen in Kodungalur, and congratulate all the people behind this innovation. ഈ കണക്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ചെറിയ കാര്യമില്ല. മനസ്സിൽ വല്ലാത്ത ആഗ്രഹം. I have to connect everybody. That is not possible
ഇൻ ഈസി വേ, ഈസി മെത്തേഡ്സ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ, the foremost obstacle we are facing is that we are eager to connect, but can't connect. നമ്മൾ കണക്ട് ചെയ്യാൻ വല്ലാതെ ഉത്സുകരാണ്, പക്ഷേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു വല്ലാത്ത ചലഞ്ചാണ് ഇൻ ലൈഫ്, ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ് ഓൾസോ. ഹൗ വി ക്യാൻ ഓവർകം ദിസ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഏത്? ഗ്ലോബൽ ബിസിനസ് സർക്കിൾ. ഞാൻ ആലോചിക്കുന്നത് സർക്കിൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കണക്ട് എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഇൻട്രവെന്റ് ചെയ്യലല്ല. ഇറ്റ്സ് എന്താണ് suitable substitution. We can keep it in mind, not in writing, but we can keep it in mind. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ, ഈ ലോകം വല്ലാതെ മാറുന്നു, നമ്മൾ വി ആർ സ്ട്രിങ്കിങ് ടു അവർ സെൽഫ്. അതാണ് പുതിയ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഫാസ്റ്റ്ലി വി ആർ അക്വയറിംഗ് നോളജ്, ബട്ട് വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ഫുൾ ഓഫ് ഡെവലപ്മെന്റ്, എസ്പെഷ്യലി സയന്റിഫിക് ഡെവലപ്മെന്റ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വല്ലാത്ത രീതിയിൽ അത് വളരുകയാണ്. പക്ഷെ അതിനകത്തൊരു കുഴപ്പമുള്ളത്, ഈ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന തലത്തിലേക്ക് നമുക്ക് ഒരിക്കലും എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ വി ആർ അവേഴ്സ് ആൻഡ് റിലക്റ്റൻസ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ചെറിയ ഒരു ഇൻസ്റ്റൻസ് നിങ്ങളുടെ മുന്നിൽ പറയും. നമുക്ക് ഈ സ്വർഗത്തെ കുറിച്ച്, ഹെവൻ, ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ഈ നമുക്ക് നാമേ പണിയത് നാഗവും നരകവും അതുപോലെ നമ്മളാണ് സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത്. ഇവിടെ ഒരു പ്രിവിലേജ്ഡ് പേഴ്സൺ, അദ്ദേഹത്തിന് ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. എന്താ ഓപ്പർച്യൂണിറ്റി എന്നറിയോ? വിസിറ്റ് ബോത്ത് ഹെവൻ ആൻഡ് ഹെൽ. അതായത് സ്വർഗവും നരകവും ഒരുപോലെ വിസിറ്റ് ചെയ്യാനും അവരുടെ പ്രത്യേകത മനസ്സിലാക്കാനും. വെരി മിസ്റ്റീരിയസ്. മരണോപരാന്തമുള്ള ജീവിതം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ ഓരോ ദിവസവും മരണത്തോട് അടുക്കുകയാണ്. വി ആർ ക്ലോസിംഗ് ദ ഡെത്ത്. അതാണ് ലൈഫിന്റെ ഒരു നൈമിഷികത എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാവരും മനസ്സിൽ we have to keep it intact. How we can make it useful and worthful, not to me but to others. Automatically and gradually will come to us. അതൊരു ലോകനീതിയാണ് അല്ലേ? ലോകനീതിയാണ്. അപ്പോ ബലറാമാണ് ഇരിക്കുന്നത്. He's a privileged person who gets എന്താണ് opportunity from God to visit both heaven and hell. ബലറാം പോവാണ് അവിടെ. അതൊരു നമ്മുടെ പ്രസക്തിങ് ആണ്. ഈ മൈൻഡില് നമ്മുടെ പ്രസക്തിങ്, മൈൻഡില് ഇത് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. മൈൻഡില് ഇത് എന്നുള്ള പോർഷൻ പറയുന്നത്, ഈ പുതിയ സൈക്കോളജി പ്രകാരം ഇത് പറയുന്നത് എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ദാറ്റ് കൺട്രോൾസ് അവർ പ്ലസന്റ് തിങ്സ്. ബലറാമിന്റെ ഡോമിനന്റ് ഫാക്ടർ എന്താണ്? We can understand that his dominant എന്താണ്? ഹെവൻ. കുറച്ചുകൂടി കൺസെപ്റ്റ് prominent ചെയ്തോളൂ. പേര് പറഞ്ഞല്ലോ, പ്രവീൺ. പ്രവീൺ given an applause. കൈയടിക്കുമ്പോൾ നന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാറില്ല. അതെന്താ വെച്ചാൽ സോഫ്റ്റ് മൈൻഡിന്റെ ഒരു പെക്യൂലിയറിറ്റിയാണ്. The peculiarity of our soft mind is to visit. ഹെല്ലിലുള്ള ആളുകൾ ലീഡറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ ഹെല്ലിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരാണ്. They are destined to be in hell. അല്ലേ? അപ്പോ ബൽറാം ആദ്യം സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്തിരിക്കുന്നു. സെർവ് ചെയ്യാനൊക്കെ മനോഹരമായിട്ട് ഡ്രസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ബട്ട് ഒരു കുഴപ്പം എന്താണെന്നറിയോ? കൈകൾ പരസ്പരം primarily said that we are entered into a circle which is a golden circle. It's a circle which gives boon to everybody associated. അവർക്ക് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒരു സംഭവം. എന്താണ് ഇതിന്റെ ഫോർമോസ്റ്റ് തിങ്? ആളുകൾക്ക് ഇത്തരം അസോസിയേഷൻ പറ്റി ഒറ്റ കാര്യമുള്ളൂ. എത്ര എന്റെ സമയം അറിയോ? ഈ ആളുകൾക്ക് ഒറ്റ കാര്യമുള്ളൂ, പരസ്പരം റെഫർ ചെയ്യുക, ബിസിനസ് ഉണ്ടാക്കുക. ഇതാണ് ഇത്തരം അസോസിയേഷൻസിനെ പറ്റി കോമൺ ബിലീഫ് ഓഫ് കോമൺ man is that they are referring each other and getting business and earning money. അതാണോ അതിന്റെ സംഗതി? First and foremost thing is that we have to develop, everybody has to develop, uplift the
എന്താണ് പുവർ ഇൻടു ഹൈ എൻഡ്. എല്ലാവരും നമ്മുടെ കൺസേൺ എന്താ വെച്ചാൽ ഹൈ എൻഡിലുള്ള ആളുകൾ അതുപോലെ ട്രീറ്റ് ചെയ്യും, മിഡിൽ ക്ലാസ്സിനെ അതുപോലെ ട്രീറ്റ് ചെയ്യും, താഴെയുള്ള ആളുകൾ ഡിസേർവ് എന്താണ് അവർ ഡിസേർവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതല്ല, uplifting, bridging the gap between the higher people and the lowest one. അവിടെയാണ് ഇതിന്റെ ഇന്നോവേഷൻസ് വരുന്നത്. നിങ്ങൾ എപ്പോഴും ഇതിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ 40 പേരുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഇൻഡിവിജ്വലി അവരെ കുറിച്ച് പഠിക്കണം, അവരുടെ ബിസിനസിനെ കുറിച്ച് പഠിക്കണം, അവരുടെ അഡ്വാൻറ്റേജിനെ കുറിച്ച് പഠിക്കണം, അവരുടെ ലാക്ക് ഓഫ് അവരുടെ എബിലിറ്റീസ് ആൻഡ് ലാക്ക് ഓഫ് അവർ മൈൻഡ് സെറ്റ്. അത് ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യുവർ ക്ലാസ്സസ് individually and bring forth them to a stage where they must be comfortable. Or we can get into a world professionalism is the foremost thing. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രൊഫഷണലിസം ആണ്. അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can reach and enter to a world which is the concern to others. മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ. ഞാൻ പറഞ്ഞല്ലോ, സൂര്യന്റെ അതേ മാനസികാവസ്ഥയിൽ അൾട്ടിമേറ്റ് ഗോഡ് ആരാണ്? അൾട്ടിമേറ്റ് ഗോഡ് ഓഫ് ദിസ് എർത്ത് ഈസ്. അതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആള് ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന ഒരാൾക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റെക്കഗ്നീഷൻ ഉള്ളത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫോളോവേഴ്സ് ഉള്ളത്, അല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സൂര്യനായിട്ട് മാറാൻ കഴിയുന്ന rare opportunity. A person like a sun always എപ്പോഴും പ്രസരിപ്പിക്കുന്നത് സന്തോഷവും ഊർജവും മാത്രമായിരിക്കണം. ഈ അസോസിയേഷൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം. അതുപോലെ തന്നെ കളക്റ്റീവ് സ്പേസ് എന്ന് പറയുമ്പോൾ കളക്റ്റീവ് സ്പേസ് when we create a collective space, ഒരുമിച്ചുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കും വല്ലാത്ത ഊർജ്ജമാണ്. I am also acquiring or getting intense energy. അപ്പോൾ ഈ ഒരു ചെറിയ association with you is memorable and I can gain something from your എന്താണ് activities and association with you. അപ്പോൾ ഒന്നുമില്ല, ഈ വരുന്ന നാളുകൾ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രപരമായിട്ടുള്ള ഭൂമിയാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിന്റെ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഇതുപോലെ കൾച്ചർ, ഇതുപോലെ നമ്മുടെ എന്താണ് ലെഗസി, അത് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഭൂമി വേറെ ഉണ്ടോ? ഇവിടെയല്ലേ മതങ്ങളുടെ സംഗമ ഭൂമിയാണ് കൊടുങ്ങല്ലൂർ, അല്ലേ? കാരണം ഈ ക്ഷേത്രവും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം ദേവാലയവും അതുപോലെ സെന്റ് തോമസ് ദേവാലയവും ഒക്കെ അത് ലോകത്തിന് മുന്നിൽ വലിയ സന്ദേശങ്ങളുമായിട്ട് പരിലസിച്ച് നിൽക്കുകയല്ലേ? ഇവിടെയല്ലേ ഏറ്റവും വലിയ എന്താണ് എൻട്രി ടു നമ്മുടെ രാജ്യത്തേക്കുള്ള എൻട്രി നമ്മുടെ രാജ്യത്തല്ലേ? അതുപോലെ ഏറ്റവും വലിയ എന്താണ് കച്ചവടത്തിന്റെ കേന്ദ്രവും കൊടുക്കുന്നില്ലേ? അപ്പോ പുതിയൊരു കാലഘട്ടത്തിലേക്ക് അത് സംക്രമിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടേതുമാണ്. അപ്പോ ഗ്ലോബൽ ബിസിനസ് സർക്കിളിന് കൊടുങ്ങല്ലൂരിന്റെ ലെഗസിയെ പുതിയ കാലഘട്ടത്തിലേക്ക് സംക്രമിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ പരിപൂർണമായിട്ട് വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ലോഞ്ചിങ്ങിന് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് വാക്കുകൾ കൂടാൻ വേണ്ടി ഇന്നത്തെ വിനോദേട്ടൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റിന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ നമ്മളുടെ ബന്ധങ്ങൾ പലപ്പോഴും നമ്മളുടെ ബിസിനസ്സുകൾക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായത് ഇങ്ങനത്തെ സംഘടനകളിൽ നമ്മൾ കണ്ടപ്പോഴും അതിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോഴുമാണ്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരു കൂട്ടം എനർജറ്റിക് ആയിട്ടുള്ള യുവാക്കൾ കൊണ്ടുവന്ന ഈ ഗ്ലോബൽ ബിസിനസ് സർക്കിൾ
കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ ഡയറക്ടേഴ്സായ അഭിനും സന്ദീപിനും ശ്രുതിക്കും മറ്റു എല്ലാ മെമ്പേഴ്സിനും എല്ലാവിധ ഭാവങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. ഈ ചടങ്ങിനെ ക്ഷണിച്ച നിങ്ങൾക്ക് ഒരായിരം നന്ദി ആശംസിക്കുന്നു. Gigi on to the stands, so please. ഞാൻ കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റോട്ടറിയൻസ് മഹേഷ് ഡോക്ടറുണ്ട് അവിടെ, നൗഷാദിക്കുണ്ട്. അതുപോലെ ഞാൻ കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരേഷ് സന്ദീപൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു മീറ്റിംഗിൽ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. വിനോദൊക്കെ ഞാൻ കൊടുങ്ങല്ലൂർ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സബരത്ത് എനിക്ക് ഷോപ്പുണ്ട്. അവിടുത്തെ മർച്ചൻ്റ് അസോസിയേഷനിൽ ഞാൻ അംഗമാണ്. നമ്മുടെ ഓക്കെ. ഇതുപോലത്തെ ഒരു ബിസിനസ് ഇതിൽ BNI ശങ്കരൊക്കെ ഒരുപാട് പ്രാവശ്യം എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അതിനകത്ത് ജോയിൻ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇതുപോലത്തുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്ന ഈ ഗ്ലോബൽ ബിസിനസ് സർക്കിൾ പോലത്തുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ആശയങ്ങൾ നമുക്ക് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സന്ദീപ്, അതുപോലെ തന്നെ ശ്രുതി, അബിൻ, ഇവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇതിൻ്റെ മെമ്പേഴ്സിന് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കൂടുതൽ ബിസിനസ് അവസരങ്ങൾ വരുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ജനങ്ങൾക്കും അതുപോലെ ബിസിനസ്സുകാർക്കും ഒരുപോലെ ഗുണമുണ്ടാവുകയും ചെയ്യും. എല്ലാ മെമ്പേഴ്സിനും ഒരുപോലെ ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ ഗ്ലോബൽ ബിസിനസ് സർക്കിളിൻ്റെ ഒരു ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി അവരെ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഈ ഒരു പൊതു സംരംഭം പുതിയ ചരിത്രങ്ങൾ പിറന്നിട്ടുള്ള കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ഒരു വിജയഗാഥ രചിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സംരംഭകത്വം എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സംരംഭകത്വം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സാഹസികതയാണ്. അതിൽ റിസ്ക് ഫാക്ടറുകൾ ഒരുപാടുണ്ട്. ചിലപ്പോൾ അടിക്ക് പോവാം, ചിലപ്പോൾ മുകളിലേക്ക് വരാം. എന്നാൽ വളർച്ചയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളൊരു ഉദ്യോഗസ്ഥനാവണമെങ്കിൽ നമ്മൾ ആ ഒരു സർക്കിളിൽ ഒതുങ്ങി പോകും. എന്നാൽ സംരംഭകൻ ആവാൻ എന്ന് പറഞ്ഞാൽ ലോകത്തോളം വളരാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സംരംഭകൻ, അതല്ലേ ബിസിനസ്മാൻ. ഇപ്പോൾ ബിസിനസ്മാൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മേഖല, അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതിനേക്കാൾ ഉപരി നമ്മൾ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം വിനോദങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, സംരംഭകർ അല്ലെങ്കിൽ ബിസിനസ്മാൻ ഇല്ലെങ്കിൽ സൊസൈറ്റി ഇല്ല എന്നാണ് പറയാം. കാരണം അവരാണ് ഇവിടെ തൊഴിലുണ്ടാക്കുന്നതും എല്ലാ കാര്യങ്ങളും. നമ്മുടെ ആ ഒരു എന്താ പറയുക, മണി സർക്കുലേഷൻ സൊസൈറ്റിയിലേക്ക് പമ്പ് ചെയ്യുന്നത് ശരിക്കും ബിസിനസ്മാനാണ്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഈ ബിസിനസ്മാൻമാർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു. പഴയ ഒരു കുത്തകകളുടെ കാലമൊക്കെ പോയി. ഇപ്പോൾ പുതിയ കാലത്ത് നമ്മൾ ബിസിനസ്മാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് ഈ പറഞ്ഞ ഗ്ലോബൽ ബിസിനസ് സർക്കിൾ എന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം ഇവരൊക്കെ അത്തരം ഒരു വിങ്ങിൽ നിന്ന് വർക്ക് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സന്ദീപ് ആയാലും അഭിനായാലും സിബിനും സുധീർക്കായാലും. അപ്പൊ അതിന്റെ കുറെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇവരെ അനുഭവങ്ങളിലുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു വേദിയാണ് നമുക്കായി നമ്മുടെ മണ്ണിൽ, കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ഇവരുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ബിസിനസ്സുകൾ നമ്മൾ ഈ ഡിജിറ്റൽ കാലത്ത് എങ്ങനെ, ഈ പേരിൽ തന്നെ ഉണ്ട് ഗ്ലോബൽ ബിസിനസ്, നമുക്ക് ഗ്ലോബലൈസേഷന്റെ കാലത്ത് എങ്ങനെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതോടൊപ്പം നമ്മുടെ ബിസിനസ് എങ്ങനെ വർദ്ധിപ്പിക്കാം
എന്നതിനുള്ള ഒരു പരിഹാരം കൂടിയാകും ഈ ഒരു ഗ്ലോബൽ ബിസിനസ് സർക്കിൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Global Business Circle, we have an effective leadership team. So it's important to be aware to know our leaders. First of all, may I invite our നമ്മുടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഗസ്റ്റായ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി ബൽറാം ആൻഡ് നഷർബാൻ, and then the Rotary Club of Kodungalur Secretary Jilla Jiju. Warm welcome to all your distinguished guests and the dear members of Global Business Circle. About my job is to introduce നമ്മുടെ ഈ വർഷത്തെ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. സോ ബിഫോർ ഐ ഗോ ഇൻ ടു ദാറ്റ്, ചെറിയൊരു വാക്ക് ഗ്ലോബൽ ബിസിനസ് സർക്കിളിനെ കുറിച്ച്. ഗ്ലോബൽ ബിസിനസ് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ആശയം ഉരുത്തിരിഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിരുന്ന ഞങ്ങൾ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പഠിച്ച് അതിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തതകൾ ഈ ബിസിനസ് ഓണേഴ്സിനെ ഒരു കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ച് ചിന്തിച്ചുണ്ടാക്കിയ ഒരു ആശയമാണ് ഗ്ലോബൽ ബിസിനസ് സർക്കിൾ. അതിൽ വിനോദായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഗിവിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഗ്ലോബൽ ബിസിനസ് സർക്കിൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കൂട്ടായ്മയോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നല്ല പ്രസരിപ്പും ഊർജവും കാണാം. കാരണം ആ ഊർജം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഹിയർ ടു കൊളാബറേറ്റ്. കോമ്പീറ്റ് ചെയ്യാനല്ല നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, കൊളാബറേറ്റ് ചെയ്യാനാണ്. കൊളാബറേറ്റ് വിത്ത് ഈച്ച് അതർ to grow our business to another level. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. So with these few words, let me introduce the new office bearers or the first office bearers of Global Business Council Circle here. ഈ 2025-26 ഇയറിലെ ലീഡേഴ്സിനെയാണ് ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. With your applause, let me invite the chairman of Global Business Circle for 2025-26 and our executive director Sandeep PN. The next person to be invited to the dais is the vice chairman and the executive director of Global Business Circle. Let me take this opportunity to invite Abin Mulangan, the vice chairman of Global Business Circle. Last but not the least, നമ്മുടെ director of Global Business Circle, let me invite Shruti Ebi to that. So please put your hands together for these three gentlemen who is going to lead us in the 2025-26. Thank you, sir. Thank you so much. Global Business Circle. നമസ്കാരം. അപ്പോൾ എന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ പേര് എല്ലാവർക്കും അറിയാം. കുടിക്കുന്ന ബോസ് എല്ലാവർക്കും എന്നെ അറിയുന്നതാണ്. എൻ്റെ പേര് അബിൻ മുലകൻ എന്നാണ്. മാനേജിംഗ് പാർട്ണറാണ് ന്യൂപൂർ ജോബിയുടെ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആൻ്റണി. ഒലാട്ടുപുറത്തെ എക്സിസ് എന്ന സ്ഥാപനം നടത്തുന്നു. സിമെൻറ്റ് സ്റ്റീലാണ് എൻ്റെ കാറ്റഗറി വരുന്നത്. താങ്ക് യു. Ashri Yusuf, representing Architect Interiors. Here we have Ashri Yusuf, who represents Architect Interiors. ഗുഡ് മോർണിംഗ് GBC. എൻ്റെ പേര് അസർ യൂസഫ്. ആർക്കിടെക്ട് ഇന്റീരിയേഴ്സ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിന്റെ പേര്. ഇന്റീരിയർ വർക്കുകളാണ്, ഇന്റീരിയർ ആണ് എൻ്റെ കാറ്റഗറി. നിങ്ങളുടെ വീടുകൾ മനോഹരമായി ഇന്റീരിയർ ചെയ്യണം.
Now may I call upon James TK. നമസ്കാരം, എൻ്റെ പേര് ജെയിംസ്. ഞാൻ സിംപ്ലക്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനം നടത്തുന്നു. കൊടുങ്ങല്ലൂരിലെ 3 പതിറ്റാണ്ടായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. Now may I request Dr. Mahesh Narayan, representing Mahalakshmi General Specialty Clinic, Specialty Hospital. Dr. Mahesh Narayan, please. So good morning once again, GPC. Myself, Dr. Mahesh Narayan, representing Mahalakshmi Dental Specialty Hospital. ഒരു സന്തോഷ വാർത്തയുണ്ട്, അടുത്ത വർഷം ഞങ്ങളുടെ 25th ഇയർ ആണ്. താങ്ക് യു. Now may I request Mr. Muhammad Adil Emma, representing Grand Flora Landscapes. Mr. Hi, good morning everyone. I'm Muhammad Adil, Grand Flora Landscaping representative ഒന്നാണ് കൊടുങ്ങല്ലൂരിലെ സ്ഥാപനം. Thank you. Now may I invite Mr. Nausha, representing Top View Ceiling Solutions, onto this dialogue. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് നൗഷാദ്. ടോപ്പ് വ്യൂ സീലിംഗ് സൊല്യൂഷൻ എന്നുള്ള ജിപ്സം ബോർഡിൻ്റെ വർക്കാണ് ഞാൻ കാറ്റഗറി ചെയ്തത്. Thank you, Nausha. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നൗഷാദ്. ഞാൻ KK Traders എന്ന ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. ഒരു 46 കൊല്ലത്തോളമായിട്ട് ബിസിനസ് രംഗത്തുണ്ട്. താങ്ക് യു. Welcome, Nausha, onto this GVC chapter, കൊടുങ്ങല്ലൂർ chapter. Mr. Praveen. നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ ചന്ദ്രൻ. ഞാൻ പ്രഗതി ഹോം നീഡ്സ് എന്ന പേരൊരു ഹോം ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ ഷോപ്പാണ്. Rahul Nandakumar, representing Shield, the detailing shop. ഗുഡ് മോർണിംഗ് ഓൾ, എൻ്റെ പേര് രാഹുൽ. ഞാൻ കൊടുക്കുന്ന ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പ് നടത്തുകയാണ്. താങ്ക് യു. Now, may I take this opportunity to welcome Rashmi Ajeev from Tamburu Boutique onto this. ഗുഡ് മോർണിംഗ് ഓൾ, ഞാൻ രശ്മി അജീവ്. തമ്പുരു ബൊട്ടിക് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ലേഡീസ് ഡ്രസ് ഡിസൈനിങ് ആൻഡ് സെയിൽസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. Welcome, Rashmi. Now, may I invite Mr. Sandeep P.R. from Home Plus Sanitaries. GBC and senior leaders of Kodalur. ഞാൻ ഹോം പ്ലസ് സാനിറ്ററീസ് സ്ഥാപനം നടത്തുന്നു. ഗേറ്റ് ശങ്കർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്, എറണാകുളം. ലാസ്റ്റ് 13 years. GBC. എൻ്റെ പേര് സന്ദീപ്, മാനേജിംഗ് ഡയറക്ടർ എക്സൽ ബിൽഡേഴ്സ്. ഞാൻ 16
Sanish MP from MPS Electricals. മോർണിംഗ്, എൻ്റെ പേര് സനീഷ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് MPS ഇലക്ട്രിക്കൽസ്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ആണ് കാറ്റഗറി. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ സീന ബിപിൻ, ഫോറിഡോ ട്രാവൽസ് എന്ന സ്ഥാപനം നടത്തുകയാണ്. ട്രാവലിംഗ് സംബന്ധമായ എന്തൊരാവശ്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. GBC Kodungalur chapter. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷമീർ. ഡ്രീം വെൽ മാട്രസ് എന്ന് പറയുന്ന സ്ഥാപനം പുല്ലൂരിൽ ഞാൻ നടത്താൻ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ഷൈൻ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഗ്രീൻ പെയിൻറ്റേഴ്സ്. ഹൗസ് പെയിൻറ്റിംഗ് ആണ് എൻ്റെ കാറ്റഗറി. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് സിബിൻ. ഞാൻ റൂഫിംഗ് ആണ് എൻ്റെ കാറ്റഗറി. റൂഫറ്റ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. നിങ്ങൾക്ക് മികച്ച റൂഫിംഗ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വൺസ് അഗെയിൻ സിബിൻ റൂഫറ്റ്. താങ്ക് യു. Welcome Sibin onto this GBC Kodungalur chapter. Shruti AB from Secure. ഓൾ, ഞാൻ ശ്രുതി. സെക്യൂർ ഹോം ഓട്ടോമേഷൻസ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. നിങ്ങളുടെ വീടിനോ ഓഫീസിനോ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിന് എന്നെ കണക്ട് ചെയ്യാം. വൺസ് അഗൈൻ ഐ എം ശ്രുതി ഫ്രം സെക്യൂർ ഹോം ഓട്ടോമേഷൻസ്. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് GBC. എൻ്റെ പേര് സുധീർ ശങ്കർ, ഇൻഡോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കൊടുങ്ങല്ലൂരാണ്. ബ്രാൻഡിംഗ് ആണ് എൻ്റെ മെയിൻ കാറ്റഗറി. ഇന്ത്യയിലും വിദേശത്തുമായ 1000-ലധികം ബ്രാൻഡുകൾ ബ്രാൻഡിംഗ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ബ്രാൻഡുകളിൽ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രാൻഡിംഗ് സംബന്ധമായ എല്ലാ വർക്കുകൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. I would like to take this opportunity to welcome Mr. Suresh PK. Good morning, everybody. Myself, Prashantam Sanan. Actually, I am from the Grid Solar Solution, part of Solar Solution. Now, once again, let's welcome each and every one of us with a big round of applause to GBC Kodungalur members. It's our duty to take this oath of commitment, pledging our values of unity, ethics, and excellence. ഒരുമിച്ച് ഈ ഒരു oath of commitment ഒരുമിച്ച് നമ്മളാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിനോദേട്ടൻ. അദ്ദേഹം നല്ല ഒരു ക്ലാസ്സാണ് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലും ബിസിനസ്സിലും പകർത്തല്ല. ഏറ്റവും പേര് ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹ
once again, രണ്ട് ലെയറായിട്ട് നിന്നാൽ മതി. ഒരാൾ ഒരു ഗ്രൂപ്പ് മുകളിൽ ഒരു ഗ്രൂപ്പ് താഴെ. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ ഫോളോ ചെയ്ത് പറഞ്ഞാൽ മതി. സോ GBC ചാപ്റ്റർ ഓത്ത് ആണ്. I commit to honest, ethical and exceptional service, timely follow-up and a positive, collaborative attitude with all GBC. നമുക്കൊരു ചാപ്റ്റർ പ്ലെഡ്ജ് കൂടെ ഉണ്ട്. May we as a chapter commit to understanding all our business and actively supporting them through the mutual growth philosophy. So do you all agree? Thank you. thank you. ഒരു മിനിറ്റ് Now, ഓക്കെ. may I invite ഇവിടെ കേട്ടോ. ലോഞ്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോഞ്ചിനെത്തിയ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ചീഫ് ഗസ്റ്റ് വിനോദ് കുമാർ സാറിനുള്ള നന്ദി നമ്മുടെ ഗ്ലോബൽ ബിസിനസ് സർക്കിളിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ആശംസകൾ അറിയിച്ച നമ്മുടെ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ബാങ്ക് ബൽറാം സർ, ജിജു സർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചവരിവിടെ എത്തി ഭംഗിയായിട്ട് നമുക്ക് നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ചു. അവർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും രാവിലെ മുതൽ ഇവിടെ ഉണ്ട് എല്ലാ പരിപാടികളിലും. കുറച്ച് മാസങ്ങളായി ഏകദേശം ഒരു 2 മാസത്തോളമായി ഈ ഗ്ലോബൽ ബിസിനസ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് സിബി. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും കൂടുതൽ സിബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്മുടെ സ്ക്രിപ്റ്റ്, ഡിസൈൻ, പേര്, അങ്ങനെ എല്ലാ ഇതിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. പറ്റില്ല, അതിനെ മുന്നിൽ പ്രകാശിപ്പിക്കുകയാണ്. ഇനി കൊടുങ്ങല്ലൂർ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ്, അതുകൊണ്ടാണ് ഗ്ലോബൽ ബിസിനസ് സർക്കിൾ LLPയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള 3 പേര്. ഹലോ, ഔദ്യോഗികമായുള്ള പേയ്മെന്റ് കളക്ഷൻ ആരംഭിക്കുന്നു. മിസ്റ്റർ ഷമീർ. ഇവിടെ